മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളുണ്ട്, ഹാബീലും കാബീലും. അവര് എന്ത് ചെയ്തു? ഒരേ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു. ആ അഭിപ്രായ വ്യത്യാസം ശരിയേത് എന്ന് മനസ്സിലാക്കുന്നതിന് അന്നത്തെ കാലഘട്ടത്തിലും നേർച്ച വെക്കാറുണ്ട്, ഖുർബാൻ വെക്കാറുണ്ട്, ഒരു വഴിപാട് നടത്താറുണ്ട്. അന്നത്തെ കാലഘട്ടത്തില് ശരി ഏത് എന്ന് അറിയുന്നതിന് വേണ്ടി ഒരു വഴിപാട് നേർച്ചയുണ്ട്. നേർച്ച അന്നുണ്ട് കേട്ടോ, ഇന്ന് തുടങ്ങിയതല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളുടെ ആ കാലഘട്ടം മുതലേ നേർച്ചയുണ്ട് ഖുർബാൻ. ഹാബീലാണെങ്കിലോ ഒരു നല്ല ഒരു ആടിനെയാണ് കൊണ്ടുവെക്കുന്നത്. എവിടെയാണ്? ഡമസ്കസിലെ പാറയുടെ മുകളിലെ ഒരു പാറയുടെ മുകളിലെ, ഈജിപ്തിലെ ഡമസ്കസ് എന്ന് പറയപ്പെടുന്ന ഒരു പാറയുടെ മുകളിലെ ഹാബീൽ ഒരു നല്ല ഒരു ആടിനെ കൊണ്ടുവന്ന് നിർത്തി. കാബീലാണെങ്കിലോ ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടിയും കൊണ്ടുവന്ന് വെച്ചു. സുബ്ഹാനല്ലാഹ്, ഹാബീലിന്റെ ആടിനെ അല്ലാഹു തആല മലക്കുകളെ കൊണ്ട് ഇതിനെ അങ്ങനെ ഉയർത്തി, ഒന്നാം ആകാശത്തേക്ക് ഉയർത്തി. ഹാബീലിന്റെ ആടിനെ അല്ലാഹു മലക്കുകൾ കൊണ്ടുപോയി ഒന്നാം ആകാശത്തേക്ക്. ഈ മലക്കുകൾ ഈ ആടിനെ കൊണ്ടുപോയിട്ട് അവിടെ അറുത്തിട്ട് ബിരിയാണി വെച്ച് കൊടുക്കുകയല്ല ചെയ്തത്. ഈ ആടിനെ ഒന്നാം ആകാശത്തേക്ക് കൊണ്ടുപോയിട്ട് 3000 വർഷത്തോളമാണ് മലക്കുകൾ ആ വാനലോകത്ത് വളർത്തുന്നത്. ഈ ആടിനെ കൊണ്ടുപോയിട്ട് 3000 വർഷം മലക്കുകൾ നോക്കി വളർത്തുകയാണ്. ഈ 3000-ഓളം ഈ ആട് 3000 വർഷത്തോളം ഈ ആട് എന്ത് ചെയ്തു? മലക്കുകളാണ് സംരക്ഷിക്കുന്നത്, വളർത്തുന്നത്. 3000 വർഷം കഴിഞ്ഞതിന് ശേഷം ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അറുക്കാൻ വേണ്ടി സബീർ എന്ന് പറയപ്പെടുന്ന പർവ്വതത്തിന്റെ അടുത്ത് മകനെ അറുക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആ സമയത്തിന് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് പകരമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ആടിനെയാണ് കൊണ്ടുവന്ന് പുതിയ കൊടുക്കുന്നത്. ഒരാളുടെ വീട്ടിൽ നിൽക്കുന്നവര് ആടിനെ കൊണ്ടുവന്നല്ല അവിടെ അർത്ഥമുള്ള. ഹാബീല് ദമസ്കസിലെ ഒരു പാറയുടെ മുകളിൽ എന്ത് ചെയ്തു? ഖുർബാൻ വെച്ച ഒരു ആടിനെ. ആ ആട് എന്ത് ചെയ്തു? ആടിനെ മലക്കുകൾ ആകാശത്തേക്ക് കൊണ്ടുപോയിട്ട് 3000 വർഷം മലക്കുകൾ അതിനെ സംരക്ഷിച്ചു, വളർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് പകരമായി കൊണ്ടുവന്ന ആട് ഈ ആടാണ്. നമ്മളെല്ലാരും മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ ഒരു ആടിനെ കൊണ്ടുവന്നിട്ടാണ് ഉദയം. ചരിത്രം മനസ്സിലായ? ചരിത്രം മനസ്സിലായ? നമ്മളൊക്കെ ഉമ്മയ കൊടുക്കുന്നത് നമുക്ക് ചരിത്രം അറിയാം. എന്താണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അറുക്കുന്ന സന്ദർഭത്തില് ആ അറിവ് മുറിയുന്നില്ല. അടുത്തിരുന്ന കല്ലില് വെട്ടി, കത്തി കൊണ്ട് വെട്ടിയപ്പോ കല്ല് തവിടുപൊടിയായി. അത്ര മൂർച്ചയുള്ള കത്തിയായിരുന്നു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരാടിനെ കൊണ്ടുവരുന്ന അറുക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ആടിനെയാണ്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആടല്ല.